അപ്പോൾ ഇന്നത്തെ യുദ്ധം നമുക്ക് ഫ്രിഡ്ജായിട്ടാണ്. ഫ്രിഡ്ജിനകത്ത് കുറച്ചധികം സാധനങ്ങൾ തന്നെ മാറ്റാനായിട്ടുണ്ട്. കുറച്ച് ദിവസം പനിയായിട്ട് കിടന്നതിൻ്റെതാണ് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. കാരണം പുറത്തു നിന്നുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ അതിനകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്തോട്ട് എടുത്തു കേട്ടോ. ഫ്രീസറിനകത്ത് മീനും ചിക്കനും ഒക്കെ ഇരിപ്പുണ്ട്. അത് ഞാൻ ഫ്രീസർ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നില്ല. എന്നിട്ട് ഞാൻ അതിനകത്തുണ്ടായിരുന്ന ഗ്ലാസും റേക്കും എല്ലാം എടുത്ത് മാറ്റി. എന്നിട്ട് നല്ലോണം ഒരു സോപ്പും സ്ക്രബ്ബറും എടുത്ത് നല്ലോണം ഉരച്ച് കഴുകിയെടുത്തു. അഴുക്കധികം അങ്ങനെ ഇല്ല. എന്തായാലും ഡീപ്പ് ക്ലീനിങ് ആണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നന്നായിട്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നന്നായിട്ട് തന്നെ എല്ലാം ഉരച്ച് തേച്ച് കഴുകിയതിന് ശേഷം ഞാനൊരു നനഞ്ഞ തുണി എടുത്തിട്ട് വന്ന് നല്ലോണം തുടച്ചെടുത്തു. ക്ലീൻ ചെയ്യുന്ന ക്ലീനർ കൂടെ എടുത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക്. എന്നിട്ട് ഒന്നുകൂടെ നല്ലോണം തുടച്ചെടുത്തു. അപ്പോൾ എന്തെങ്കിലും പൊട്ട മണമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഫ്രിഡ്ജിനകത്ത് അങ്ങനെ അധികം അഴുക്കൊന്നും വരാറില്ല. സാധാരണ ഗ്ലാസ്സൊക്കെ ഞാൻ ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തില്ലെങ്കിലും തുടച്ചൊക്കെ വെക്കുന്നതാണ്. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫ്രീസറിലെ ഐസൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റേക്കൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകി ഒരു തുണി വെച്ച് നല്ലോണം തുടച്ച് ഡ്രൈ ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചു. ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ 2-3 സാധനങ്ങളെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം കളയേണ്ടതായിരുന്നു. അങ്ങനെ എല്ലാം മാറ്റിയിട്ട് ഫ്രിഡ്ജ് നല്ലോണം ഞാൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ അകം മാത്രമല്ല ഫ്രിഡ്ജിൻ്റെ പുറവും ഞാൻ നല്ലോണം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.